മെൻ്റലിസ്റ്റ് ആദ്യനെ എനിക്ക് 2024 മുതൽ അറിയാം. അത് ഞാൻ ഒരു 27 വർഷമായിട്ട് ഇന്തോനേഷ്യയിൽ താമസിക്കുന്ന ഒരു പ്രവാസിയാണ്. അപ്പം അവിടെ ഞങ്ങളുടെ കേരള സമാജം ഇന്തോനേഷ്യയ്ക്ക് വേണ്ടി ഞങ്ങളൊരു വാർഷിക പ്രോഗ്രാം നടത്താറുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യത്തെ 2024 ഒരു ഷോ ചെയ്തത് ഈ മെൻ്റലിസ്റ്റ് ആദ്യമാണ്. അന്ന് മുതലുള്ള പരിചയമാണ്. പിന്നെ എല്ലാ പ്രാവശ്യം വരുമ്പോൾ വിളിക്കും, ഒരു പേഴ്സണൽ കണക്ഷനായി ഡെവലപ്പ് ചെയ്തു. വരുമ്പം വരാറുണ്ട്, കാണാറുണ്ട്, ഞാൻ അങ്ങോട്ട് പോകാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. ഇപ്പം 2025 ഞാൻ കേരളത്തിൽ വന്നപ്പം, ജൂൺ മാസത്തിൽ വന്നപ്പം ഞാനിവനെ വിളിച്ച് ചോദിച്ചേട്ടാ, നീ ഇപ്പോൾ എവിടെയാണ്, വിവരങ്ങളൊന്നുമില്ലല്ലോ, എൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ നിർജ്ജീവമാണല്ലോ, ഷോസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ചേട്ടാ ഒരു പ്രശ്നമുണ്ട്, ഞാനത് വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ വരികയും അപ്പോൾ എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഷോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് വനി ചേട്ടാ, പക്ഷേ സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രതിസന്ധിയിലാണ്, അതിനുള്ളൊരു കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ പെർസ്വേഡ് ചെയ്തു. പിന്നെ ഞാൻ കണ്ണൂർക്ക് പോയി. ഇവിടുന്ന് കണ്ണൂരാണ് എൻ്റെ തറവാട്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പുള്ളിയും എൻ്റെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വന്നു. ഒരു ദിവസം 2 ദിവസം എൻ്റെ കൂടെ അവിടെ താമസിച്ചതിന് ശേഷം പിന്നെ എന്നെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ച്, ഈ ആദിയുടെ ഇൻ്റർവ്യൂസൊക്കെ നിങ്ങൾ കണ്ടാൽ ഭയങ്കര സ്വീറ്റായിട്ട് നിങ്ങൾ സംസാരിച്ച് മയക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ എങ്ങനെയോ ആ സംസാരത്തിൽ ഞാൻ വീണുപോയി. അപ്പോൾ എന്നോട് പറഞ്ഞൊരു 35 ലക്ഷം രൂപ എനിക്ക് വേണം. 50 ലക്ഷമാണ് ചോദിച്ചത്, 35 ലക്ഷം രൂപയെങ്കിലും എനിക്ക് തരണം. അപ്പോൾ ഞാൻ എന്തിനാണ് പൈസ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, എനിക്ക് ലാസ് വേഗാസിൽ പോകണമെന്നും ഇവൻ്റെ ഈ മെൻ്റലിസത്തിൽ അവൻ്റെ ഗുരു അവിടെയാണെന്നും അവിടെ ഒരു ട്രെയിനിങ് ഒക്കെ നടത്തി ഇവൻ്റെ സ്കിൽസൊക്കെ ഒന്ന് പോളിഷ് ചെയ്യണമെന്നും പിന്നെ കുറച്ച് ഏതാണ്ട് എക്യുപ്മെൻറ്റ്സ് ഇമ്പോർട്ട് ചെയ്യാനുണ്ട്, അതവിടെ ഖത്തറിലെങ്ങാണ്ട് സ്റ്റക്കായി കിടക്കുകയാണ്, എന്താ ഡ്യൂട്ടി അടയ്ക്കാൻ എന്തെങ്ങോട്ട് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഈ പൈസ കൊടുക്കുന്നത്. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആദിയുടെ മെൻ്റലിസ്റ്റ് ആദിയുടെ അക്കൗണ്ടിലേക്കാണ് ഞാൻ ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനുശേഷം ഒരു തരത്തിലും ബന്ധപ്പെടുകയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 10 ഷോ കേരളത്തിൽ അങ്ങോളം ഇവർ നടത്തി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 10 ഷോ നടത്തി. എൻ്റെ അറിവിൽ ആ 10 ഷോയിൽ ഒരു 90% ഷോസും സോൾഡ് ഔട്ടായിരുന്നു. പിന്നെ ഈ പൈസ മേടിക്കുമ്പോൾ എനിക്ക് തന്നൊരു വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2026 മുഴുവൻ ഷോസും ഞാൻ മുഖാന്തരം ചെയ്യാമെന്ന്, ആ ഡേറ്റ് എനിക്ക് തരാമെന്നും അതുപോലെ തന്നെ ഈ 10 ഷോയുടെ പ്രോഫിറ്റിലൊരു 1/3 എനിക്ക് തരാമെന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഷോസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് പൈസ തിരിച്ചു വെച്ചപ്പോഴാണ് കാര്യങ്ങൾ മാറിയത്. അപ്പം അന്ന് വരെ ഞാൻ കണ്ട ഒരാളല്ല അന്ന് ഞാൻ അവിടെ കണ്ടത്. എൻ്റെ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ. ഷോ നഷ്ടമായിരുന്നു, അതുകൊണ്ട് പൈസ തിരിച്ചു തരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു, ഷോ നഷ്ടമാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രോഫിറ്റിൻ്റെ ഷെയർ തരാതിരിക്കുക എന്നുള്ളതാണ് നാട്ടു നടപ്പ്, പക്ഷേ വാങ്ങിയ പൈസ തിരിച്ചു തരണ്ടേ. അതെന്ന് പറഞ്ഞത് അങ്ങനെ തരാൻ വേണ്ടി പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം പുള്ളിയൊരു ഞാൻ പറഞ്ഞാൽ ലീഗലായിട്ട് നോക്കിക്കോളാമെന്ന് പറഞ്ഞു. ലീഗലായിട്ട് നോക്കാൻ പുള്ളി പറഞ്ഞു, പുള്ളി കേരള പോലീസിനെ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റിഗേഷനിൽ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്, CBIനെയൊക്കെ ഇൻവെസ്റ്റിഗേഷനിൽ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്, പോയിട്ട് കാര്യമൊന്നുമില്ല, വലിച്ചേട്ടന് ഉള്ളതിനേക്കാളും കൂടുതൽ പിടി എനിക്ക് അവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു ഭീഷണിയുടെ ഒരു എലമെൻറ്റ് അതിനകത്ത് വന്നു. പിന്നെ എനിക്കൊരു ഭയം വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ സോഷ്യൽ മീഡിയ സ്റ്റാർസാണ്, അവർക്ക് ഒരുപാട് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മളെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് അതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനാകപ്പെട്ടു പോകും. അപ്പം എൻ്റെ കുടുംബത്തിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരും ആകെ ഒരു പേടിയിലായി. നമ്മൾ ഇവിടെ ഈ 10-27 വർഷമായിട്ട് പുറത്ത് ജീവിക്കുന്ന ഒരാളാണ്. ഇവിടുത്തെ ഒരു സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയത്തില്ല. പിന്നെ ഞാനൊരു പേടി വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ച ഒരു പോലീസ് സ്റ്റേഷനിലൊരു കംപ്ലയിൻറ്റ് കൊടുത്തേക്കാന്ന്. പിന്നെ ഈ ഒരു ഷോയുടെ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കും കൂടി ഒരു ഫിനാൻഷ്യൽ കൺട്രോൾ വേണപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിരുന്നു, ഈ ഷോയുടെ ടിക്കറ്റ് റവന്യൂസ് നമുക്കൊരു ജോയിൻ്റ് അക്കൗണ്ട് ചെയ്താൽ മതിയില്ല, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഫിനാൻഷ്യൽ കൺട്രോൾ ഉണ്ടാവുമല്ലോ. അപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ മെൻ്റലിസ്റ്റ് ആദ്യം എന്ന് പറഞ്ഞ അക്കൗണ്ട് ടാക്സ് എക്സംപ്റ്റഡ് ആണ്, ഈ മാജിക് മെൻ്റലിസം ഷോസിലൊന്നും ടാക്സ് ഇല്ല, അതുകൊണ്ട് അതിൽ കൂടെ തന്നെ ഫണ്ട് വരണമെന്ന് പറഞ്ഞിട്ടാണ് ടിക്കറ്റ് റവന്യൂസ് മുഴുവൻ അതിലേക്ക് വന്നത്. അപ്പം ഞാൻ എൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ലയെന്നാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇതിലെത്രത്തോളം സത്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, ഇതിനെന്തെങ്കിലും ടാക്സ് അടച്ചോ എന്നും എനിക്കറിയത്തില്ല. ഇതിന് ശേഷം ഇപ്പോൾ ഈ പരാതി കൊടുത്തതിന് ശേഷം അവരാരെങ്കിലും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്നെ 2025 ശേഷം എന്നെ ഇവരിൽ നിന്ന് ആരും ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. പിന്നെ ഒരു ചർച്ചകളും ഇതിനോടനുബന്ധിച്ചുണ്ടായിട്ടില്ല.